അപ്പം അദ്ദേഹം ചുമതല ഏറ്റിട്ടുള്ളത്. അതെ, അദ്ദേഹം ചുമതല ഏറ്റപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമെന്നുള്ള രീതിക്കായിരുന്നു. അതെ. അപ്പൊ അതായത് നമുക്ക് ഇന്ത്യക്കാര് ഇപ്പൊ കാനഡയ്ക്ക് പോകുന്നതിനെ പറ്റി, ഇപ്പൊ കാനഡയ്ക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോ തന്നെ ആൾക്കാർ വേണ്ട, പോവണ്ട, കാനഡയിലേക്ക് വിടണ്ട, വേറെ ഏതെങ്കിലും സ്ഥലം നോക്കിക്കോ എന്ന് പറയുന്നൊരു അത്രത്തോളം മാറി അവിടുത്തെ ഒരു സ്ഥിതിഗതികളെല്ലാം ആ ഒരു രീതിക്കായി. അതിന് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്ന് ഈ IELTS ഇല്ലാതെയൊക്കെ കുറെ പേര് കയറി പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രശ്നമായിട്ട് ഇതിനകത്ത്, അതും എല്ലാം ഇതിനകത്ത് പിന്നീട് പ്രശ്നങ്ങളായി വന്നു. ഈ ഒരു ഇതിന്റെ പിന്നാലെ ഓരോന്ന് പ്രശ്നങ്ങളായിട്ട് വന്നു. പക്ഷെ എന്നാലും ഇപ്പൊ ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് കൃത്യമായിട്ടൊരു വിധി വന്നിട്ടില്ല. എന്നാൽ പക്ഷേ ഇപ്പൊ പുതിയ പ്രധാനമന്ത്രിയുടെ ഒരു നയം അനുസരിച്ച് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനും വാണിജ്യപരമായിട്ടും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള പല സഹായങ്ങൾക്കും കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു ഡീലിംഗ് നടത്തും എന്നുള്ളതാണ് പുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ സ്ഥാപിക്കുന്നത്. പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മലയാളികളായിട്ടുള്ള കാനഡയ്ക്ക് പോകാനിരിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ഇതൊരു പുതിയൊരു നല്ലൊരു സന്തോഷ വാർത്തയായിരിക്കും.